സ്നേഹസമ്പന്നമായ കലാഹൃദയങ്ങൾക്ക് വിനീത നമസ്കാരം. കാലത്തിന്റെ നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിൽ ദൈവത്തിന്റെ വാഗ്ദത്തം സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു നിമിഷം. ജനങ്ങൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ മനുഷ്യൻ ശിമയോൻ. എന്നാൽ അവന്റെ ഹൃദയം പ്രാർത്ഥനയാലും വിശ്വാസത്താലും ദൈവദർശനം കാത്തിരുന്ന ഒരു ആലയമായിരുന്നു. നിന്റെ കണ്ണുകൾ രക്ഷകനെ കാണുമെന്ന ദൈവവാഗ്ദത്തം അവന്റെ ജീവിതത്തിലേക്ക് ദിവ്യ നിമിഷമായി നിറഞ്ഞിറങ്ങി. ഇത് ഒരു നാടകം മാത്രമല്ല, ദൈവം മനുഷ്യനെ സ്പർശിച്ച ഒരു അതുല്യ ദിവ്യ നിമിഷത്തിന്റെ ജീവന്തമായ അവതരണമാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 25 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്ന ശിമയോന്റെ ജീവിതത്തിലെ ഒരു ഏട്. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം ഷാർജ യൂണിറ്റ് അവതരിപ്പിക്കുന്ന നാടകം ആരംഭിക്കട്ടെ. ദിവ്യ ദർശനം. എന്തായി? നോക്കണ്ട മോളെ, ഏറ്റവും മേൽത്തരമായത് വേണമെന്നാണ് ഈ അപ്പന്റെ ആഗ്രഹം. ഈ യഹൂദ നാട്ടിലെ ഏറ്റവും പ്രഗത്ഭയായ തുന്നൽക്കാരിയല്ലേ നീ? ഒന്നുകൂടെ ശ്രമിച്ചേ, ഈ അപ്പന് വേണ്ടി. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ? ഈ തുന്നുന്നൊന്നും അപ്പന് ഇഷ്ടാവാഞ്ഞിട്ടല്ലേ? അപ്പാ, ഇതും കൂടെ കൂട്ടി 6ാമത്തെ പുതപ്പാ ഞാൻ ഈ തുന്നുന്നത്. നോക്ക്, എത്ര വ്യത്യസ്ത രീതിയിലുള്ള പുതപ്പുകളായി തുന്നിയിരിക്കുന്നതെന്ന്. ഒന്നും അപ്പന് ഇഷ്ടാവുന്നില്ലല്ലോ. ഞാൻ ഇനി എന്തു വേണം? അത് മോളെ, ഒന്നും പറയണ്ട. ഇത് ആർക്ക് വേണ്ടി ഉള്ളതാണെന്ന് പോലും അപ്പൻ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? അതെങ്കിലും അറിയാനുള്ള അവകാശമില്ലേ എനിക്ക്? ഓ, അതെനിക്ക് അത്ര നിശ്ചയമില്ലെന്ന് വെച്ചോളൂ. എനിക്കറിയാം അപ്പൻ അത് പറയില്ലാന്ന്. മനോഹരമായ ഒരു പുതപ്പ് തുന്നുവാൻ എന്നോട് പറഞ്ഞ കാലം മുതലേ ഞാൻ ചോദിക്കുന്നതാ. അപ്പ സ്ഥിരമായിട്ട് ഒഴിഞ്ഞു മാറും. അപ്പനെ അപ്പന്റെ ഇഷ്ടം പോലെ ചെയ്തു. ഓ, അപ്പോഴേക്കും എന്റെ പൊന്നുമോള് പിണങ്ങിയോ? ദേ നോക്കിക്കേ, സമയം വരുമ്പം അപ്പനെല്ലാം പറഞ്ഞു തരാം. ഇപ്പൊ എന്റെ മോൾ ഏകാഗ്രതയോടെ ഇത് പൂർത്തിയാക്ക്. ശരി, ഇതെന്റെ അവസാനത്തെ ശ്രമ.
ഇതുകൂടി അപ്പൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ എന്റെ തുന്നൽ പണി അങ്ങ് നിർത്തും. എന്നാ പിന്നെ അതങ്ങ് നിർത്തിക്കോ. അപ്പന് നിന്റെ തുന്നൽ പണി ഇഷ്ടപ്പെട്ടിട്ട് ഇനി നീ അത് തുടരാമെന്ന് വിചാരിക്കണ്ട. കണ്ടോ അപ്പ എന്നെ കളിയാക്കുന്നേ? ഓ, അവൻ വെറുതെ പറയുന്നതാ കുഞ്ഞേ, നിന്നെ ചൂടാക്കാൻ. എങ്കിലേ രണ്ടുപേരും കേട്ടോ. റോമൻ പടനായകൻ മുതൽ മഹാപുരോഹിതന്മാർ വരെയുള്ളവരുടെ മേൽക്കുപ്പായം ഈ ഹന്നയുടെ കരവരുതാ. ഓ, അടിയങ്ങൾക്ക് അറിയാമേ. ഇപ്പൊ കൊന്നേണേ പെണ്ണ്. ആ യാക്കോ, എന്താ അപ്പാ? എന്തായി ഞാൻ പറഞ്ഞ കാര്യം? നീ അവിടെ പോയിരുന്നോ? പോയിരുന്നു. കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ലപ്പാ. അതിർത്തി ഗ്രാമങ്ങളിൽ ജനങ്ങൾ വല്ലാതെ കഷ്ടപ്പെടുന്നു. എന്ന് വെച്ചാൽ തൊഴിൽ നന്നേ കുറവാണ്. റോമയുടെ ചുങ്കപ്പിരിവും മഹാപുരോഹിതന്മാരുടെ അധികപ്പിരിവും മറുവശത്ത്. ദിദിമോസ് എന്നോട് പറഞ്ഞിരുന്നു, അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. നേരും നെറിയുമില്ലാത്ത റോമാ ഭരണത്തിൽ ജനം വല്ലാതെ വലയുന്നു. എന്റെ യഹോവേ, ഈ ജനതയുടെ സമാധാനത്തിന് ഇനി എത്ര കാലം കാത്തിരിക്കണം? ഏതായാലും അവരുടെ സമാധാനത്തിനു വേണ്ടി നാട്ടുപ്രമാണിമാരോടും രാജാക്കന്മാരോടും സംസാരിച്ച് അപ്പൻ വേണ്ടത് ചെയ്യാമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അത് മതി. അടിമനുഖത്തിന്റെ വേദനയിൽ കഴിയുന്ന ആ ജനതയ്ക്ക് വേണ്ടി ആരെങ്കിലും തങ്ങളുടെ സഹായത്തിനായി ശ്രമിക്കുന്നുണ്ടെന്നുള്ള അറിവ് വലിയ ആശ്വാസം ലഭിക്കും അവർക്ക്. ഏതായാലും അപ്പനൊന്ന് വിശ്രമിക്ക്. ഞാൻ യെരുശലേം വരെ ഒന്ന് പോയി വരാം. അപ്പാ! 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 അവിടെ ആരോ! അപ്പാ! എവിടാ? അവിടെ! നോക്കാം. ആരാ? ആരോ! പേടിക്കാതെ ഹന്ന. എന്താ മോളെ? ഞാൻ പുറത്തിരുന്ന് തുന്നുമായിരുന്നു. അപ്പോ ആരോ അവിടെ അകത്തേക്ക് കയറി. അവിടെ ആരോ! അവിടെ! ഞാൻ പോയി നോക്കി വരാം. പേടിക്കാതെ ഹന്ന. യാക്കോബ് പോയില്ലേ? വാ, അവിടെ ഇരിക്കെ. പേടിക്കാതെ മോളെ, അവൻ പോയില്ലേ? ജോസിഫസിന്റെ അടിമപ്പാളയത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരുത്തനും ഇന്ന് വരെ ജീവനോടിരുന്നിട്ടില്ല. എന്തിനാ പാപത്തുങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? കളവാ, റോമയ്ക്കെതിരെ സംസാരിക്കുന്നു. നിന്റെ നാവ് ഞാൻ അറിയും. ദേവാലയങ്ങൾ തോറും കയറിയിറങ്ങി ജനങ്ങൾക്കും അടിമകൾക്കും ഉപദേശം നൽകുന്ന ഒരു കിഴവനെ കുറിച്ച് ഞങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അത് നീ അല്ലാതാകട്ടെ. അവൻ എവിടെ പോയി വിളിച്ചാലും അവനെ ഞങ്ങൾ കണ്ടെത്തും. ഞങ്ങൾ ഇപ്പൊ പോകുന്നു. അപ്പാ, അപ്പാ! ആരാ നീ? അയ്യോ, ആരാ? യജമാനേ, ആരാ നീ? എന്നൊന്നും ചെയ്യരുതേ. എന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറിയാൽ പിന്നെ ഞാനെന്ത് ചെയ്യണം? എന്നെ രക്ഷിക്കോ. യാക്കോബ്, നിർത്ത്. നിർത്താൻ. ചെയ്യരുതേ. അവന് പറയാനുള്ളത് കൂടെ കേൾക്കണം. യജമാനനെ, ആരാ കുഞ്ഞേ നീ? യജമാനനെ, എന്തിനാ ഇവിടെ ഓടിക്കയറിയത്? ഞാൻ റോമൻ സേനാനായകൻ ജോസിഫസിന്റെ അടിമകളിൽ ഒരാളാണ്. എന്താ നിന്റെ പേര്? എന്റെ പേര് ലാസർ. എന്റെ പേര് ലാസർ. നീ എങ്ങനെ ഇവിടെ വന്നു? കാലങ്ങളായി ആരും എന്നെ ആ പേര് ചൊല്ലി വിളിക്കാറില്ല. അതുകൊണ്ട് ഞാൻ എന്റെ പേര് തന്നെ മറന്നുപോയി. അടിമയല്ലേ ഞാൻ, അടിമ. നീ എങ്ങനെ ഇവിടെ വന്നു ലാസർ? എല്ലാം പറയാം. എനിക്ക് അല്പം വെള്ളം വേണം. അമ്മേ, അമ്മേ. നിന്റെ
യജമാനന്റെ പേരെന്താന്നാ പറഞ്ഞത്? ജോസിഫസ് ഒരു മനുഷ്യജീവിയാണെന്ന പരിഗണന പോലും നൽകാതെ മൃഗങ്ങളെ പോലെ മനുഷ്യരെ അടിമകളാക്കി പണിയെടുപ്പിക്കുന്ന ഒരു ദുഷ്ടനാണ് അയാൾ. തക്ക സമയത്ത് ആഹാരവും വെള്ളവും നൽകാതെ എന്നെ പോലെ നൂറുകണക്കിന് ആളുകളെ അടിമകളാക്കി പണിയെടുപ്പിക്കുന്ന ഒരു നീചൻ. നീ അല്പം വെള്ളം കുടിക്കൂ. എന്നാ മോൾ അകത്തേക്ക് പോയിക്കോളൂ. എന്നോട് ക്ഷമിക്കണം. ജീവിക്കുവാനുള്ള കൊതി കൊണ്ടല്ല, മരിക്കുവാനുള്ള പേടി കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടിക്കയറിയത്. ഇരുള് വീഴുമ്പോഴേക്കും ഞാൻ എങ്ങോട്ടെങ്കിലും ഓടി മാറിക്കൊള്ളാം. ലാസർ, ഈ യെരുശലേമിന്റെ മണ്ണ് നിന്റേതു കൂടിയാണ്. അടിമത്തവും അധിനിവേശവും കൊണ്ട് അതിക്രമം കാട്ടുന്നവരുടെ മേൽ യഹോവ പകരം ചോദിക്കും. ഇത് തീർച്ച, ഇത് തീർച്ച. എന്നോട് ക്ഷമിക്കും സഹോദര, ഞാൻ ആളറിയാതെ. സാരമില്ല, ആരായാലും ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യുള്ളൂ. ലാസർ, ഇന്നു മുതൽ നീയും എന്റെ മകനാണ്, ഞാനോ? ഈ യാക്കോബിന്റെ സഹോദരൻ. ഞാനോ? പ്രകൃതി വല്ലാതെ ശോഭിച്ചിരിക്കുന്നല്ലോ. യഹോവേ, കാത്തുകൊള്ളണേ. ശിമയോനെ, ശിമയോൻ, ശിമയോൻ, ആരാ ആരാ? ഭയപ്പെടേണ്ട, ഞാൻ യഹോവയുടെ ദൂതനാകുന്നു. എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കുവാനുണ്ട്. യഹോവേ, ഒരു യോഗ്യതയുമില്ലാത്ത അടിയനെ നീ സന്ദർശിക്കുന്നുവോ? ദൈവജനത്തിനു വേണ്ടിയുള്ള നിന്റെ കണ്ണുനീരും പ്രാർത്ഥനയും യഹോവയുടെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. രക്ഷാകരമായ പ്രവർത്തനങ്ങൾക്ക് യഹോവ തുടക്കം കുറിച്ചിരിക്കുന്നു. പ്രവാചക വാഗ്ദാനങ്ങൾക്ക് പൂർത്തീകരണമായെന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? ലോകത്തിന്റെ പാപത്തെ ചുമക്കുവാൻ ദൈവത്തിന്റെ കുഞ്ഞാട് ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു. കണ്ടില്ലേ, വടക്ക് ദിവ്യനക്ഷത്രം ഉദിച്ചത് കാലങ്ങളായി മസിഹായുടെ ദർശനത്തിന് വേണ്ടിയുള്ള നിന്റെ കാത്തിരിപ്പിന് വിരാമമാകുന്നു. ഈ വൃദ്ധന് സന്തോഷമായി. ഈ നിമിഷം മരിച്ചാലും ഞാൻ ധന്യനാണ്. ശിമയോനെ, നിന്റെ പ്രവൃത്തികളിൽ യഹോവ പ്രസാദിച്ചിരിക്കുന്നു. ലോകരക്ഷിതാവായ ക്രിസ്തുവിനെ നിന്റെ കണ്ണുകൾ കണ്ട് കാണും വരെ നിനക്ക് മരണം ഉണ്ടാവുകയില്ല എന്ന് ഞാൻ സത്യമായും നിന്നോട് പറയുന്നു. ലാസർ, എന്താ? അപ്പനെ കണ്ടോ? ഇല്ല.
ആ ദേവാലയത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിരുന്നു. എന്തു പറ്റി ഹന്ന, നിന്റെ മുഖം വല്ലാതെ വാടിയിരിക്കുന്നല്ലോ. വല്ലാത്ത നിരാശയിലാണ് ഞാൻ. അമ്മയുടെ മരണശേഷം അപ്പൻ ഞങ്ങളെ ഏറെ സ്നേഹത്തോടെയാണ് വളർത്തിയത്. ചെറുപ്പം മുതലേ ഞാൻ തുന്നൽ പണികൾ ചെയ്യുമായിരുന്നു. കുറച്ചു നാൾ മുമ്പ് എന്റെ ജീവിതത്തിലെ മനോഹരമായൊരു തുന്നൽ അപ്പൻ ആർക്കോ നൽകുന്നതിനെ ആവശ്യപ്പെട്ടു. പക്ഷേ ഞാൻ ചെയ്യുന്നതൊന്നും അപ്പൻ ഇഷ്ടമാവുന്നില്ല. നീ വിഷമിക്കാതെ ഹന്ന, എല്ലാത്തിനും ഒരു വഴിയുണ്ടാകും. ആഹാ, അടിമയ്ക്ക് ഇങ്ങനൊരു കഴിവ് കൂടി ഉണ്ടോ? എത്ര മനോഹരമായ നിങ്ങൾ ചിത്രം വരയ്ക്കുന്നത്. കളിയാക്കാതെ ഹന്ന, ഇതെന്റെ അമ്മ വരച്ച ചിത്രമാണ്. ഇതൊന്ന് പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നേ ഉള്ളൂ. ലാസറിന്റെ അമ്മയോ? അതെ, എന്റെ അമ്മ. അവരിപ്പോ എവിടെയുണ്ട്? അമ്മ അന്നൊരു ഉച്ച നേരത്ത് ചെമ്പരത്തി പൂവിന്റെ ചാറുമായി ചിത്രം വരയ്ക്കുകയായിരുന്നു എൻ്റെ അമ്മയുടെ അരികിലേക്ക് ചെന്ന് ഞാൻ അറിയുന്നത് അതെന്റെ അമ്മയോടൊത്തുള്ള അവസാന നിമിഷങ്ങളാണെന്നാണ്. പടയാളികൾ എൻ്റെ അമ്മയെ കൊണ്ടുപോകുമെന്നും ഏതോ ഒരു അടിമപ്പാളയത്തിൽ കിടന്ന് എൻ്റെ അമ്മ നരയിക്കുമെന്നും അന്നത്തെ ആ 10 വയസ്സുകാരന് മനസ്സിലാവില്ലായിരുന്നു. വേഗം കേട്ടില്ലേ? വേഗം മതിയാക്കുന്നിന്റെ കണ്ണീര്. അടിമയാണ് നീ. ശബ്ദിക്കരുത്. പടയാളികളുടെ കാല് പിടിച്ച് കരഞ്ഞിട്ട് അവർ എൻ്റെ അമ്മയെ കൊണ്ടുപോയി. പോകുമ്പോൾ അവസാനമായി ബാക്കി വെച്ചത് വരച്ചു പൂർത്തീകരിക്കാത്ത ചിത്രം മാത്രമായിരുന്നു. പിന്നെ ആരൊക്കെയോ എന്നെ കൊണ്ടുപോയി. അത് ജോസിഫസിന്റെ പടയാളികളായിരുന്നു. അന്ന, ഇത് അവർ തന്നെ. അന്ന, ഇത് ജോസിഫസിന്റെ പടയാളികളാണ്. എന്നെ തിരക്കിയാണ് വരുന്നത്. ഞാൻ ഇവിടുന്ന് പോകുന്നു. അന്ന, നീ അപ്പനോട് യാക്കോബിനോടും പറഞ്ഞേക്കൂ. ഇതെത്ര മനോഹരമായിരിക്കുന്നു. ഇത് തന്നെയാണ് ഞാൻ പുതുപ്പിൽ തുന്നേണ്ട ചിത്രം.
ഇതാരെത്ര മനോഹരമായി പൂർത്തീകരിച്ചത്? ലാസർ ലാസർ തിരികെ വന്നിരുന്നുവോ? നീ എന്താ മോളെ പറയുന്നത്? ഇത് ചെയ്തത് മോളല്ലേ? അല്ല, ഞാനല്ല. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. നോക്കപ്പ, എത്ര മനോഹരമായിരിക്കുന്നു. ഈ അപ്പന് സന്തോഷമായി. അപ്പൻ വിചാരിച്ചതിലും എത്രയോ മടങ്ങ് മനോഹരമാണിത്. യഹോവയുടെ കൈ പതിഞ്ഞ പുതപ്പാണിത്. ഉറപ്പ്. ഇനി അപ്പൻ മകളോട് ഒരു രഹസ്യം പറയട്ടെ. ലോകത്തിന്റെ രക്ഷിതാവായി പിറന്ന മശീഹായ്ക്ക് വേണ്ടിയായിരുന്നു അപ്പൻ ഇത്രകാലം കാത്തിരുന്നത്. കാലങ്ങളായി ഒരു പിഞ്ചോമനയുടെ മനോഹരവും കോമളത്വവുമുള്ള രൂപം അപ്പൻ സ്വപ്നം കാണുമായിരുന്നു. അവനെ ദർശിക്കുവാനുള്ള യാത്രയായിരുന്നു എന്റേത്. അവന് സമ്മാനിക്കാനുള്ളതാണ് ഈ പുതപ്പ്. എന്റെ യഹോവേ, ജോസഫ്, നടന്ന് നടന്ന് വല്ലാതെ ക്ഷീണിച്ചു. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം. ജോസഫ്, എനിക്കെന്തോ വല്ലാതെ ഭയം തോന്നുന്നു. എന്തിന്? നാം നിൽക്കുന്ന ഈ ദേവാലയ പരിസരത്തല്ലേ? ആ ഹെറോദാവിന്റെ പടയാളികൾ
അവർ നമ്മെ തിരിച്ചറിഞ്ഞ് നമ്മുടെ കുഞ്ഞിനെ എന്തിനും അറിയാം, യഹോവയായ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഈ തണുത്ത കാറ്റിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. ആ ഭാണ്ഡത്തിൽ നിന്ന് പുതപ്പൊന്നെടുക്കൂ. അയ്യോ മറിയം, ആ സാണ്ടം ഞാൻ ആ കൽപ്പന വെച്ച് മറന്നിരിക്കുന്നു. തൽക്കാലം ഈ മേലങ്കി ഞാനത് എടുത്തിട്ട് വരാം. വേണ്ട ജോസഫ്, ഞാനിവിടെ ഒറ്റയ്ക്ക്. കുഞ്ഞെന്തിനാ കരയുന്നത്? അവന് വല്ലാതെ തണുത്തിട്ടാണെന്ന് തോന്നുന്നു. കുഞ്ഞിനെ ഞാനൊന്ന് കണ്ടോട്ടെ. യഹോവേ, എന്റെ യഹോവേ, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള നിന്റെ പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വത്തിനുമായി നീ സകല ജാതികൾക്ക് മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണുകൾ കണ്ടുവല്ലോ. ഇത് ഇവനുള്ളതാണ്. വർഷങ്ങളായി എന്റെ മകളുടെ അധ്വാനത്തിൽ യഹോവയാൽ സാധ്യമായ പുതപ്പിച്ചുകൊള്ളൂ. കുഞ്ഞിന്റെ കരച്ചിൽ നിന്നുവല്ലോ. കുഞ്ഞിനെ ഞാനൊന്ന് എടുത്തോട്ടെ. ഇവൻ യഹൂദയിൽ പലരുടെയും അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് യഹൂദയിൽ പലരുടെയും ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു. മറിയ, നിന്റെ സ്വന്തം പ്രാണനിൽ കൂടിയും ഒരു നാൾ വാൾ കടക്കും. ഭയപ്പെടേണ്ട, എല്ലാം നന്മയ്ക്കായി ഭവിക്കട്ടെ. അപ്പാ, ലോകരക്ഷിതാവിനെ ഞങ്ങൾക്കും കാണണം. ഞാൻ എന്റെ ജനതയുടെ രക്ഷകനെ കണ്ടു. കാത്തിരിക്കുകയും ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുകയും ചെയ്താൽ ആ രക്ഷകനെ നിങ്ങൾക്കും കാണാം.